പാലക്കാട് അലനല്ലൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കാറിന്റെ ബമ്പറിൽ മറ്റൊരു കാർ ഇടിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. വെട്ടുകത്തിയുമായി പ്രകോപിതനായി നിൽക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, വാഹനമിടിച്ചു എന്നുള്ള തർക്കമാണ്. അതിൽ തന്നെ പിന്നീട് ഈ വെട്ടുകത്തിയൊക്കെ ആയിട്ട് ഇറങ്ങുക എന്നുള്ളത് വലിയ ഞെട്ടിക്കുന്ന സംഭവമാണ്. എന്താണ് അവിടെ സംഭവിച്ചത് ശ്രീജിത്ത്? ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയായിരുന്നു ടി കെ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അപ്സര ഹോട്ടൽ, അലനല്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ്. അവിടെ വെച്ച് ഒരു കാറിന്റെ പുറകിൽ മറ്റൊരു കാർ വന്നിടിക്കുന്നു. അങ്ങനെ ബമ്പറിന് കേടുപറ്റിയെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തർക്കം നടക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ വെച്ചൊരു തർക്കമുണ്ടായി, ഒരു കയ്യാങ്കളി ഉണ്ടായി. ഈ സംഘം തൊട്ടടുത്തൊരു കാർ വാഷിംഗ് സെന്റർ, സർവീസ് സെന്ററിന്റെ സമീപത്തേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങനെ ഒരു 3 പേർക്ക്, ആ 3 പേരുടെ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്: അഷ്റഫ്, യൂസഫ്, ഷിഹാബ്. ഇവർ 3 പേരും അലനല്ലൂർ സ്വദേശികൾ തന്നെയാണ്. ഈ 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിനിടെയാണ് ഈ 5 അംഗ സംഘമാണ് ഇവരെ ആക്രമിച്ചതെന്ന് പറയപ്പെടുന്നു. ഒരു യുവാവ് വെട്ടുകത്തിയുമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അത് വീശാൻ വേണ്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും നാട്ടുകാർ ഏറെ ആ പ്രദേശത്ത് അപ്പോൾ ഈ ബഹളം കേട്ട് 12 മണിയാണ്, അർദ്ധരാത്രിയാണ് എന്ന് നോക്കാതെ നാട്ടുകാർ ഏറെ അവിടെ തടിച്ചുകൂടി. അതിനുശേഷം യുവാക്കളെ പിടിച്ചുമാറ്റി. ചില യുവാക്കളുടെ സഹോദരങ്ങൾ വന്നിട്ട് പോലും ആ യുവാക്കൾ പോകുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പ്രതികളെ, ഈ പരിക്കേറ്റ 3 പേരെയും പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രി, നെറ്റിക്കും തലയ്ക്കും കൈക്കുമൊക്കെ കാര്യമായ രീതിയിലുള്ള പരുക്കേറ്റിട്ടുണ്ട്. ഈ 3 പേരെ അവിടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.